നമസ്കാരം എല്ലാവർക്കും. ഞാൻ ജ്യോതിഷാചാര്യൻ ശ്രീകുമാർ, ഭിലായിൽ നിന്ന് എൻ്റെ ഓഫീസിൽ നിന്ന്. ഭിലായിലെ എല്ലാ മലയാളികൾക്ക് വേണ്ടിയിട്ടും, റായ്പൂർ, ഭിലായി, രാജ്നാന്ദ്ഗാവ് അടുത്തുള്ള ഏത് മലയാളികളാണെങ്കിലും എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു NIT എഞ്ചിനീയറാണ്, മെറ്റലർജിക്കൽ എഞ്ചിനീയർ. ഞാൻ എൻ്റെ ലൈഫിൻ്റെ 30 years ഞാൻ ആസ് എൻ എൻജിനീയർ കം ഓൺലൈൻ ടെക്നിക്കൽ വാസ്തുവും ഇത് വേദിക് അസ്ട്രോളജിയും ആയിട്ട് കണക്റ്റ് ആയിരുന്നു. ഇപ്പം 2 വർഷം ആയതേ ഉള്ളൂ ഞാൻ ഇവിടെ ഭിലായിൽ പ്ലേസ് ആയിട്ട് സ്റ്റേഷനിലാണ്. ഇപ്പം ഭിലായിൽ തന്നെ. അത് കാരണം മലയാളം ഇച്ചിരി ചിലപ്പം ലാംഗ്വേജിൽ ക്ഷമിക്കണം. പ്രിയമിത്രങ്ങൾ, ഞാനൊരു കാര്യം പറയാൻ വിചാരിക്കുന്നു. ആസ്ട്രോളജി ഒരു സയൻസാണ്. ഞാൻ ഒരു സയൻസിൻ്റെ സ്റ്റുഡൻറ്റും കൂടെയാണ്. ഞാൻ ആസ്ട്രോളജി പഠിച്ച എൻ്റെ ഗുരു IIT റൂഡ്ക്കി പാസ് ഔട്ടാണ്. പുള്ളി റിട്ടയർഡ് IAS ഓഫീസറാണ്. എൻ്റെ ഗുരു PhD ഇൻ ഫിസിക്സ് ആണ്. പുള്ളി സോഫ്റ്റ്വെയർ കുണ്ടലി സോഫ്റ്റ്വെയറിൻ്റെ ജനകനാണ്. 1981 ഉണ്ടാക്കിയതാണ്. അങ്ങനത്തെ റിസർച്ച് ആസ്ട്രോളജിയോട് കണക്റ്റഡ് ആണ് ഞാൻ. ഭിലായിലെ നമ്മുടെ സ്നേഹിതർക്ക് ഞാൻ ഒരു കാര്യം പറയാൻ വിചാരിക്കുന്നു. ഈ ഇൻഫർമേഷൻ ഒത്തിരി കൂടുതൽ ഇമ്പോർട്ടൻ്റാണ്. എന്താണെന്ന് വെച്ചാൽ എന്നെ മലയാളികൾ ഒത്തിരി പേര് വരാറുണ്ട് ഇവിടെ കാണാൻ. സ്പെഷ്യലി ഞാനൊരു കാര്യം കണ്ടിട്ടുണ്ട്. ആൾക്കാർ, നമ്മുടെ മലയാളികൾ ഇവിടെ എന്തോ പ്രോബ്ലം ഉണ്ടെങ്കിലും, നമ്മുടെ ലൈഫിൽ എപ്പോഴും എല്ലാവരുടെയും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വരും. പക്ഷേ ആ പ്രോബ്ലം ഓവർകം ചെയ്യുന്ന അതാണ് ലൈഫ്. വളരെ സന്തോഷത്തിലിരുന്ന് നമ്മൾ പൂജയ്ക്കും പോവും, നമ്മൾ ദൈവങ്ങളെ തൊഴാൻ പോവും, നമ്മൾ അയ്യപ്പൻ ക്ഷേത്രത്തിൽ പോവും, നമ്മൾ ശിവക്ഷേത്രത്തിൽ പോവും, നമ്മൾ അങ്ങനെ ഒത്തിരി സ്ഥലത്ത് പോവാറുണ്ട്. ഞാൻ ആരെയും പർട്ടിക്കുലറായിട്ട് ഞാൻ ബ്ലെയിം ചെയ്യുന്നില്ല. പക്ഷേ ഞാനൊരു ഇൻഫർമേഷൻ തരും. എൻ്റെ ഇൻഫർമേഷനിൽ വന്ന ആൾക്കാർ ഒത്തിരി പേര്, ചിലർ കാലസർപ്പദോഷം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പൂജകൾ നടത്തിയിട്ടുണ്ട്. അവരുടെ ചാർട്ട് നോക്കുമ്പോൾ ഭയങ്കര ദുഃഖത്തോടാണ് പറയുന്നത്. ഇവിടെ ഭിലായിൽ തന്നെ ആ കുട്ടിയുടെ ചാർട്ടിൽ ഒരു കാൽസർപ്പദോഷവും ഇല്ല. അപ്പം ഇത് ഈ അമ്പലങ്ങളിൽ പോറ്റികളുടെ അടുത്ത് പൂജ ചെയ്യുന്ന ആൾക്കാർ, അവരെല്ലാം കർമ്മം ചെയ്യുന്ന പണ്ഡിതന്മാരാണ്. അവർ ആസ്ട്രോളജേഴ്സ് അല്ല. ഇത് അറിഞ്ഞിരിക്കണം എല്ലാവരും. ആസ്ട്രോളജി ഒരു സയൻസാണ്. അതിനെ ഡെപ്തിൽ പോയിട്ട് അതിൻ്റെ അനാലിസിസ് ചെയ്തിട്ട് ഗ്രഹങ്ങളെ ഗണിച്ചിട്ടാണ് പറയേണ്ടത്. നമ്മുടെ ലൈഫിൽ, എല്ലാവരുടെയും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ വന്നുകൊണ്ടിരിക്കും, പോസിറ്റീവും നെഗറ്റീവും. കാൽസർപ്പദോഷം എന്ന് പറഞ്ഞിട്ട് പൂജ ചെയ്യിപ്പിച്ചിട്ട് കാൽസർപ്പദോഷവും 12 ടൈപ്പ് കാൽസർപ്പദോഷമാണ് എഴുതി വച്ചേക്കുന്നത്. അതിൽ ഒരു കാൽസർപ്പദോഷവും ഇല്ല. പിന്നെ എന്തോ ഫലമാണ് അതിൽ കിട്ടുന്നത്? ഞാൻ പറയുന്നത് കാൽസർപ്പദോഷം തന്നെ നമ്മുടെ ഒരു ക്ലാസിക് ബുക്കിലും ഇല്ല. കാൽസർപ്പദോഷം എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. രാഹുവും കേതുവും ഇരിക്കുന്ന സ്ഥലത്ത് അതിൻ്റെ ഒരു സൈഡിലേക്ക് എല്ലാ പ്ലാനറ്റ്സും വരുവാണെങ്കിൽ അതിനെ കാൽസർപ്പദോഷം എന്ന് പറഞ്ഞ ആൾക്കാർ ഗണിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ 12 ടൈപ്പ് കാൽസർപ്പദോഷം 12 ഭാവത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓൺലി ഇൻ വൺ കേസ്, that means when all the planets are either side of the Rahu and Ketu, because എല്ലാവർക്കും അറിയാം രാഹുവും കേത്തും 180 ഡിഗ്രിയിലായിരിക്കുന്ന ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ സൈഡോ നെക്സ്റ്റ് സൈഡോ എല്ലാ പ്ലാനറ്റും വരുവാണെങ്കിൽ ബൈ ഡിഫോൾട്ട് യുവർ ചാർട്ട്, ആസ്ട്രോളജിക്കൽ ചാർട്ട് ഈസ് അൺബാലൻസ്ഡ്. അതാണ് പ്രോബ്ലം. അപ്പോൾ അതിനെ ഗണിച്ചിട്ട് അതിൻ്റെ എന്തോ റിമെഡി ചെയ്യാൻ പറ്റും, അത് ചെയ്യണം. അത് അത്യാവശ്യമാണ്. അല്ലാതെ വേറെ ഈ കാർക്കോട്ടക കാൽസർപ്പദോഷവും മറ്റേ കാൽസർപ്പദോഷവും ഒരു ക്ലാസിക് ബുക്കിലും എഴുതിയിട്ടില്ല. ബൃഹത് പരാശര ഹോരാശാസ്ത്രമാണ് ജ്യോതിഷത്തിൻ്റെ ബുക്ക്. അതിലും മെൻഷൻഡ് ഇല്ല ഇതൊന്നും. ഒത്തിരി കാര്യങ്ങളുണ്ട്. അങ്ങനെ കുറേ പൂജകൾ ചെയ്യിപ്പിക്കും, മുഖം നോക്കിയിട്ട് കാൽസർപ്പദോഷം പറയും. അല്ലെങ്കിൽ പിന്നെ ഈ പൂജ ചെയ്യിപ്പിച്ചോ പിതൃദോഷമുണ്ട്, മുഖം നോക്കിയിട്ടൊക്കെ എങ്ങനെ പറയാൻ പറ്റും? ഗണിക്കേണ്ട കാര്യങ്ങളാണ്.
പിതൃദോഷം, കാൽസർപ്പദോഷം, ഇങ്ങനത്തെ ഒക്കെ കുറേ ചൊവ്വാദോഷം. ചൊവ്വാദോഷമൊന്നും ഒത്തിരി പ്രശ്നങ്ങളല്ല. ചൊവ്വാദോഷം 90% ആൾക്കാർക്ക് ചൊവ്വാദോഷം ഞാൻ എടുത്ത് കാണിക്കാം, ചാർട്ട് കൊണ്ടുവന്ന് കാണിക്കാം. 10 പേരിൽ 9 പേർക്ക് ചൊവ്വാദോഷം കാണും. പിന്നെ നിങ്ങൾ എന്തോ 10%-ൽ വരാനാ? സത്യം അറിഞ്ഞിരിക്കണം എല്ലാവരും, സത്യം അറിഞ്ഞിരിക്കണം. ഞാൻ ആസ്ട്രോളജിക്കൽ ഗണന ചെയ്യുന്നത് ഹനുമാൻ സ്വാമിയുടെ ഒരു ഭക്തനായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ 18 വർഷം തൊട്ട് ഹനുമാൻ സ്വാമിയുടെ സാധകനാണ്. എനിക്ക് ദർശനമായിട്ടുണ്ട് ഹനുമാൻ സ്വാമിയുടെ ദൂതൻ്റെ. അത് കാരണം ഞാൻ എനിക്കൊരു ആദേശമുണ്ട് ഹനുമാൻ സ്വാമിയുടെ സൈഡിൽ നിന്ന്. ഞാൻ ബിലയിലെ ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഫ്രീയിൽ ആസ്ട്രോളജി ചെയ്യാൻ പോവുകയാണ്. പ്രിഡിക്ഷൻസ് നിങ്ങൾ എപ്പം വേണമെങ്കിലും എൻ്റെ അടുത്ത് വന്ന് കണക്റ്റ് ആവാം. മലയാളികൾ എപ്പം വേണമെങ്കിലും വന്ന് കണക്റ്റ് ആവാം. എന്നിട്ട് ആസ്ട്രോളജിക്കൽ കറക്റ്റ് പ്രിഡിക്ഷൻസ് എടുത്തുകൊണ്ട് പോവുക. ഞാൻ ബിലയിൽ സെക്ടർ 7-ലാണ്. എൻ്റെ വീട്ടിൽ തന്നെ ഓഫീസുണ്ട്, അവിടെ ഇരിക്കും. എൻ്റെ വാട്സപ്പ് നമ്പറാണ് 8602045550. ഇതിൽ ഒരു മെസ്സേജ് ഇട്ടിട്ട് എന്നിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ദിവസം മുമ്പെങ്കിലും ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കണം. ഞാൻ 7-ാം തീയതി തൊട്ട് 22-ാം തീയതി വരെ കാണത്തില്ല. ഞാൻ കേരളത്തിൽ പോവുക. ഒരു 1-2 വാസ്തു കാൽക്കുലേഷൻ ഉണ്ട് അവിടെ ക്ലയൻസിന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വരും 22-ാം തീയതി. എനിവേ അവിടെ ഇരുന്നാലും എൻ്റെ അടുത്ത് ലാപ്ടോപ്പ് കാണും. ഞാൻ കണക്റ്റഡ് ആണ്. ഐ എം ഫുള്ളി ഡിവോട്ടഡ് ടു ആസ്ട്രോളജി. സോ ഇറ്റ് വിൽ ബി ടോട്ടലി ഫ്രീ ഫോർ എവറി വൺ. ബട്ട് മൈ ടൈം ലിമിറ്റേഷൻ ഇസ് ദെയർ. സോ മാക്സിമം എത്ര ചാർട്ട് നോക്കാൻ പറ്റും? 10, 12, 15, അതിനെക്കാട്ടി കൂടുതൽ നോക്കാൻ പറ്റത്തില്ല. ഞാനത് കാരണം അനൗൺസ് ചെയ്തായിരുന്നു 11 മണി തൊട്ട് 1:30 മണി വരെ ഡെയിലി ഞാൻ ഫ്രീയിൽ നോക്കും. 10-12 പേരെ എന്നും വരാറുമുണ്ട്. ഇപ്പം ഞാൻ അനൗൺസ് ചെയ്യുന്നു ഫുൾ ഡേ ഞാൻ ഫ്രീയിൽ ചെയ്യും ആൾക്കാർക്ക്. എനിക്ക് പൈസയുടെ ആവശ്യമില്ല. അപ്പം എല്ലാവരും ഈ വിവരം അറിഞ്ഞിരിക്കണം. ആസ്ട്രോളജർ എന്ന് പറഞ്ഞാൽ ഗണിക്കുന്ന ആളാണ്. ബാക്കി അമ്പലങ്ങളിലുള്ള പോറ്റികളൊക്കെ എല്ലാവരും ബേസിക്കലി പൂജ ചെയ്യുന്ന ആൾക്കാരാണ്, കർമ്മകാണ്ഡികളാണ്. നമ്മുടെ ഇവിടെ മലയാളികൾ പൊരുത്തം നോക്കും കല്യാണത്തിന് വേണ്ടിയിട്ട്, മാച്ച് മേക്കിംഗ്. സത്യം പറഞ്ഞാൽ പണ്ടത്തെ പൊരുത്തമൊക്കെ റൂൾസൊക്കെ ഫെയിലായിട്ടുണ്ട്. ഞങ്ങളൊക്കെ 2500 ഡിവോഴ്സ് ചാർട്ടിൽ ഞങ്ങൾ റിസർച്ച് ചെയ്ത ആൾക്കാരാണ്. ഗണം ഒക്കെ ഫെയിലാണ് ഇന്നത്തെ ദിവസം. അത് റിസർച്ചിൻ്റെ കൺസെപ്റ്റ് തന്നെ ഫിറ്റ് ചെയ്യേണ്ടി വരും. ഞങ്ങൾ കണ്ടേക്കുന്നത് ഒത്തിരി ചേഞ്ചസ് ഉണ്ട്. അപ്പം ഞാൻ കൈതൊഴുത് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നു, എൻ്റെ ചാനലിലും ലൈക്ക് ചെയ്യുക, എന്നിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യുക. എല്ലാവരും മലയാളികൾ, ബിലയിലെ എല്ലാ മലയാളികൾക്കും ഇത് ഇൻഫർമേഷൻ പോട്ടെ. റായ്പൂരിലെയും രാജ്നാന്ദ്ഗാവ് അടുത്തുള്ളവർ കാണാൻ വരാൻ. അല്ലാത്ത ദൂരെയുള്ള ആൾക്കാരാണെങ്കിൽ അവർ ഓൺലൈൻ എന്നോട് കണക്ട് ചെയ്യാം. പക്ഷേ അത് പെയ്ഡ് ആയിരിക്കും, അത് ഫീസ് പെയ്ഡ് ആയിരിക്കും. അപ്പം എല്ലാവർക്കും നല്ല ആശംസകൾ ഞാൻ രേഖപ്പെടുത്തുന്നു. പ്രണാമം. ജയ് ശ്രീറാം. സീതാറാം, 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 സീതാറാം.